അദ്ദേഹം പറയുന്ന വേറൊരു നുണ ആണ് ഇനി കേൾപ്പിക്കാൻ പോകുന്നത്. അത് എന്നെ സംബന്ധിച്ചല്ല. അദ്ദേഹം പറയുന്നത് ബഹുമാനപ്പെട്ട മർഹൂം സദഖത്തുള്ള മുസ്ലിയാർ, കിയന ഉസ്താദ് തുടങ്ങിയ മഹാന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നെ പറയലാണെങ്കിലും വാസ്തവത്തിൽ ആ ആക്ഷേപം പോയി തരിക്കുന്നതും ആ കള്ളം പറയുന്നതും വഫാത്തായി പോയ രണ്ട് മഹാപണ്ഡിതന്മാരെ സംബന്ധിച്ച അത് നിങ്ങൾ ആദ്യമായി ഒന്ന് കേൾക്കുക. അതുപോലെ തന്നെ എത്രത്തോളം ഇപ്പൊ എനിക്ക് കഴിഞ്ഞ പ്രസംഗത്തിൽ ഇദ്ദേഹം കീനയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഹുസൈൻ സലഫി എടുത്തുദ്ധരിച്ചു അല്ലെ. ഇവര് സംസ്ഥാനിയെ സംബന്ധിച്ച് എത്രത്തോളം കൂറുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത് നാദാപുരത്ത് തന്നെ പ്രസംഗിച്ച ഒരു കാസറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. എന്ന് പറഞ്ഞാൽ നോട്ടിന്റെ സക്കാത്ത്, കറൻസിയുടെ സക്കാത്തിന്റെ വിഷയത്തിൽ ആര് സംസ്ഥാനക്കാർക്ക് എന്താണ് കറൻസിയിൽ സക്കാത്തില്ല, നോട്ടിൽ സക്കാത്തില്ല എന്ന അഭിപ്രായക്കാരാണ്. ആ അഭിപ്രായത്തിന് ഗണ്ണിച്ചുകൊണ്ട് ഇയാൾ സദഖത്തുള്ളാഹിക്ക് കിതാബ് തിരിവില്ല എന്ന് പോലും പറഞ്ഞ വ്യക്തിയാണ്. അങ്ങനെ ഒരു നോട്ട് സൂക്ഷിച്ചവന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പഴയ കാലത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ബഹുമാനപ്പെട്ട സദഖത്തുൽ മുസ്ലിയാർ പ്രവർത്തിച്ചിരുന്ന കാലത്ത് സമസ്ത എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി ഒരു പുതിയ തീരുമാനം കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ സദഖത്തുൽ മുസ്ലിയാർ അവരുടെ ജീവിതകാലത്ത് എടുത്തതായി വല്ല രേഖയും ഉണ്ടെങ്കിൽ ഈ മൗലവിയുടെ കൊണ്ടുവന്ന സലഫി അവരുടെ പുസ്തകത്തിൽ നിന്ന് അത് ഹാജരാക്കേണ്ടതാണ്. സദഖത്തുൽ മുസ്ലിയാർ അവരുടെ മരണത്തിന് ശേഷം സംസ്ഥാനയുടെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും എഴുതിയതോ അല്ലെങ്കിൽ കിയന ഉസ്താദിന്റെ പേരിൽ എന്തെങ്കിലും അവതാരികയോ മറ്റോ ആരെങ്കിലും എഴുതി പ്രസിദ്ധീകരിച്ചതോ അല്ല എന്റെ ചോദ്യം. ബഹുമാനപ്പെട്ട സദഖത്തുൽ മുസ്ലിയാർ അവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാനവറുകൾ പ്രസിദ്ധീകരിച്ചതിലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കിയന ഉസ്താദിന്റെ സ്വന്തം കൈപ്പടയിൽ മഹാനവറുകൾ എഴുതി ഒപ്പിട്ടതോ ആയ ഒരു രേഖയോ അല്ലെങ്കിൽ അവർ പ്രസംഗിച്ച ഒരു കേസറ്റോ ഇങ്ങനെ നോട്ട് സൂക്ഷിച്ചവന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് ആ രണ്ട് മഹാന്മാര് പറഞ്ഞതായി ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് കാണണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. മറ്റാരെങ്കിലും എന്തെങ്കിലും എഴുതി ആരുടെയെങ്കിലും പേരിൽ ചാർത്തിയതിനെ സംബന്ധിച്ച് എനിക്കിവിടെ ചോദ്യം ഇല്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, സദഖത്തുൽ മുസ്ലിയാർക്ക് കിതാബ് തിരിയൂലാന്ന് ഞാൻ പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കേസറ്റ് ഉണ്ട് എന്നാ പറഞ്ഞു. അങ്ങനെ ഒരു കേസറ്റ് ഉണ്ടെങ്കിൽ അത് ഹാജരാക്കാൻ വേണ്ടി 1000 കുതിരശക്തിയോടുകൂടെ ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മൗലവിയെ കൊണ്ടുവന്ന മൗലവിയും ആ കേസറ്റ് ജനങ്ങളുടെ മുന്നിൽ എന്റെ മുന്നിൽ ഹാജരാക്കി തെളിയിക്കേണ്ടതാണ് എന്നും ഞാൻ ഈ സമയത്ത് പറയുകയാണ്. കളവ് മാത്രമേ പറയുള്ളൂ എന്ന് മൗലവിമാര് തീരുമാനിച്ചത് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സദഖത്തുൽ മുസ്ലിയാർ എന്ത് പറഞ്ഞു? കിയന ഉസ്താദ് സംസ്ഥാനയുടെ നേതാവാണെന്ന് പറയപ്പെടുന്ന കാലത്ത് സദഖത്തുൽ മുസ്ലിയാർ അവറുകൾ എന്ത് പറഞ്ഞു? നോട്ടിന്റെ സക്കാത്ത് കൊടുക്കണ്ടെന്നാ പറഞ്ഞത്, കൊടുക്കണമെന്നാ പറഞ്ഞത്. അതാണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത്. അത് സദഖത്തുൽ മുസ്ലിയാർ അവറുകളുടെ കാലഘട്ടത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ച നുസ്രത്തുൽ അനാമിൽ മഹാനവറുകൾ കൊടുത്ത ഫത്വ. ആ ഫത്വയിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. കേട്ടോളൂ. ചോദ്യം: ടി മുഹമ്മദ് മുസ്ലിയാർ, കമ്പനി തൊഴിലാളികൾക്ക് കിട്ടാനുള്ള ബോണസിന് സക്കാത്ത് വേണ്ടതുണ്ടോ? തൊഴിലാളികൾക്ക് ബോണസ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. ഓണം, പെരുന്നാള് തുടങ്ങിയതിനോടനുബന്ധിച്ച് ഈ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന സംഖ്യ, അതാണ് സാധാരണ നിരക്ക് ബോണസ് എന്ന് പറയാറുണ്ട്. പ്രത്യേക സന്ദർഭങ്ങളിൽ കൊടുക്കുന്ന സംഖ്യ. ആ സംഖ്യ കിട്ടിയിട്ട് സൂക്ഷിച്ചാൽ ഒരു വർഷം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബോണസ് കയ്യിൽ കിട്ടിയതിന്റെ ശേഷമേ അവന്റെ ഉടമയിൽ വരികയുള്ളൂ. സക്കാത്ത് നിർബന്ധമാകുന്ന സംഖ്യ ബോണസ് കിട്ടുകയും അത് ഒരു വർഷം അവൻ കൈവശം വെച്ചിരിക്കുകയുമാണെങ്കിൽ സക്കാത്ത് നിർബന്ധമാകുന്നതാണ്. അപ്പോ ബോണസ് എല്ലാവർക്കും അറിയാം.
ബോണസ് എന്ന് പറയുന്ന സംഗതി വെള്ളിയുമല്ല പൊന്നുമല്ല, മറിച്ച് നോട്ടാണ് ഇവിടെ കൊടുക്കാറുള്ളതും വാങ്ങാറുള്ളതും. അത് സദഖത്തുൽ മുസ്ലിയാരവറുകൾക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. മഹാനവറുകൾ ഈ നോട്ട് അഥവാ കറൻസി ബോണസ് വാങ്ങുന്ന ആളുടെ സക്കാത്തിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നിർബന്ധമാണ് എന്ന് വിധി പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾ കാണാം. പ്രോവിഡന്റ് ഫണ്ട് അവർക്ക് ഒരു വർഷത്തിൽ ഒരു മാസത്തിലുണ്ടാകുന്ന ശമ്പളത്തിന്റെ 25% ഗവൺമെന്റിൽ സ്വരൂപിച്ച് അതിൽ 12% തൊഴിലാളിയുടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തും 13% കമ്പനി വഹിച്ചുകൊണ്ടും, അങ്ങനെയാണ് നമ്മൾ പല സ്ഥാപനങ്ങളിലും അതിന്റെ കണക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്ങനെയോ ആകട്ടെ, അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം സർക്കാർ പിടിച്ചുവെച്ച് അവസാനം അവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് അത് തിരിച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ് ഈ പ്രോവിഡന്റ് ഫണ്ട്. പ്രോവിഡന്റ് ഫണ്ട് പോലത്തത് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കിട്ടിയ ശേഷമേ അവരുടെ ഉടമയിൽ പെടുകയുള്ളൂ. അതുകൊണ്ട് ഉടമയിൽ പെടാത്ത പ്രോവിഡന്റ് ഫണ്ട് മുതലായവക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അപ്പൊ ഉടമയിൽ പെട്ടതിനും കൊടുക്കണം. നോട്ടായതുകൊണ്ട് കൊടുക്കേണ്ട അവർക്ക് സദഖത്തുൽ മുസ്ലിയാർ പറയുന്നില്ല. ഇനിയും നിങ്ങൾക്ക് കാണാം, അത് ഏത് ചോദ്യത്തിന്റെ മറുപടിയിലാ പറഞ്ഞത്? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ പ്രോവിഡന്റ് ഫണ്ട് എന്ന പേരിൽ പിടിച്ചുവെക്കുന്ന തുകക്ക് സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോൾ? സംഖ്യ തിരിച്ചു കിട്ടിയതിന്റെ ശേഷമോ ഓരോ മാസത്തിന്റെയും തുകക്കുള്ള വർഷം പൂർത്തിയാകുമ്പോഴോ? അതിന്റെ മറുപടിയിലാ പറഞ്ഞത്, പ്രോവിഡന്റ് ഫണ്ട് പോലത്തത് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കിട്ടിയ ശേഷമേ അവരുടെ ഉടമയിൽ പെടുകയുള്ളൂ. അതുകൊണ്ട് ഉടമയിൽ പെടാത്ത പ്രോവിഡന്റ് ഫണ്ട് മുതലായവക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇനി നിങ്ങൾക്ക് കാണാം മറ്റൊരു ചോദ്യത്തിന്റെ മറുപടി 106-ാമത്തെ പേജിൽ. ചോദ്യം: ഒരാളിൽ നിന്ന് 5000 രൂപ കിട്ടാനുണ്ട്. അയാളോട് ചോദിക്കുമ്പോൾ തരാമെന്ന് പറയുന്നുമുണ്ട്. കിട്ടുമെന്ന വിശ്വാസത്തിൽ കഴിഞ്ഞ കൊല്ലം അതിന്റെ സക്കാത്ത് കൊടുത്തു. ഇപ്പോഴും തരാമെന്ന് പറയുന്നതല്ലാതെ സംഖ്യ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ കൊല്ലവും അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര വർഷം വരെ കിട്ടുമെന്ന വിശ്വാസത്തിൽ സക്കാത്ത് കൊടുക്കണം? ആ 5000 രൂപയിൽ 2.5% പ്രകാരം സക്കാത്ത് കൊടുത്തു. ആ 5000 രൂപയിൽ ലാഭമില്ലാത്തതിനാൽ ഈ കൊല്ലം 4875 രൂപക്ക് സക്കാത്ത് കൊടുത്താൽ മതിയാകുമോ? ഉത്തരം: ചോദ്യത്തിൽ മനസ്സിലാകുന്നത് സംഖ്യ തരാനുള്ള ആള് സ്വീപ്പാക്കുകയാണെന്നാണ്. അങ്ങനെയാകുമ്പോൾ കിട്ടാനുള്ള സംഖ്യ കിട്ടിയതിന് ശേഷം സക്കാത്ത് കൊടുത്താൽ മതി. 3,335. കിട്ടാനുള്ള സംഖ്യക്ക് കയ്യിൽ നിന്നെടുത്ത് സക്കാത്ത് കൊടുക്കുന്നതായാൽ കിട്ടാനുള്ള സംഖ്യക്ക് മുഴുവനും എല്ലാ വർഷവും സക്കാത്ത് കൊടുക്കേണ്ടതാണ്. സംഖ്യ കിട്ടാനുള്ളതാണല്ലോ. അപ്പൊ 5000 രൂപയെ സംബന്ധിച്ച് ചോദിച്ച മറുപടിയാണ്. അപ്പൊ രൂപക്ക്, കറൻസിക്ക് സക്കാത്ത് കൊടുക്കണ്ട എന്നല്ല സദഖത്തുൽ മുസ്ലിയാർ പറഞ്ഞത്. സക്കാത്ത് അതിന്റെ നിബന്ധനത്താൽ കൊടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. മൗലവി പറഞ്ഞത് പച്ചക്കള്ളമാണ്. സദഖത്തുൽ മുസ്ലിയാർ അവர்கள் പ്രചരിപ്പിച്ചതിനും എഴുതിയതിനും ഫത്വ കൊടുത്തതിനും എതിരാണ്. ഇതുപോലെ ബഹുമാനപ്പെട്ട കീൻ ഉസ്താദ് അവர்களுം അവിടുത്തെ കൈപ്പടത്തിൽ ഒരു ലേഖനത്തിലും എഴുതിയിട്ടില്ല. അതുപോലെ അവിടുത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല, അവിടുത്തെ ഫത്വയിൽ പറഞ്ഞിട്ടില്ല സംഖ്യ സൂക്ഷിച്ചവർ, കറൻസി സൂക്ഷിച്ചവർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞതായി തെളിയിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ സദഖത്തുൽ മുസ്ലിയാരെ സംബന്ധിച്ച് പ്രസംഗിക്കുമ്പോൾ സദഖത്തുൽ മുസ്ലിയാർക്ക് കിതാബ് തിരിയില്ല എന്ന് പറഞ്ഞ ആളാണ് എന്ന് ഈ മൗലവി പറഞ്ഞത് പച്ചക്കള്ളമാണ്. അങ്ങനെ ഒരു കേസറ്റുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കേണ്ടതാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്.